ഈ രാജ്യത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില രസകരമായ കാഴ്ചകൾ കൂടി കണ്ടുപോകണം. കണ്ടില്ലെങ്കിൽ പിരിമുറുക്കം കൂടും, വല്ലാണ്ടാവും, വല്ലാണ്ട് നമ്മൾ പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യും. ഈ വീഡിയോ എനിക്കെൻ്റെ ഒരു സുഹൃത്താണ്, വിശ്വാസിയായ ഒരു സുഹൃത്താണ് ഫോർവേഡ് ചെയ്ത് തന്നത്. അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: പ്രായപൂർത്തിയായവർ മാത്രം കാണുക ഈ വീഡിയോ. മരിച്ചുപോയ മഹാൻ കോഴിക്കോട്ടുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് കിടപ്പറ പങ്കിട്ടു പോലും. എന്തെല്ലാം കള്ളക്കഥകളാണ് മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുന്നത്. റഹ്മത്തുള്ള കാസിമിയെ ആര് നിയന്ത്രിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ പറയുന്നത് കൊണ്ടുകൂടിയാണ് എനിക്കെന്തെങ്കിലും ഒരു ചെറിയ വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതിയോ വന്നാൽ ചില സവിശേഷമായ മുസ്ലിം പത്രങ്ങളിൽ മുട്ടം വാർത്ത കൊടുക്കുകയും അതിൻ്റെ അടിയിൽ ആളുകളൊക്കെ വന്ന് ആഹ്ലാദം മുഴക്കി ഭയങ്കര ഇമോജി ചിഹ്നങ്ങളിട്ട് കൂട്ടത്തിൽ ഉസ്താദന്മാർക്കെതിരെ ഇവൻ പറയുന്നതിൻ്റെ പരീക്ഷണമാണ് എന്നൊക്കെ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നു വിശ്വാസികളെ, ഇതൊക്കെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കേട്ട് പറയാതെ കഴിഞ്ഞു പോയാൽ നമ്മുടെ മേൽ ചിലപ്പോൾ നമ്മളെ സൃഷ്ടിച്ച ഉടയതമ്പുരാൻ ശിക്ഷയിറക്കും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മഹത്തായ വാക്കുകൾ കേട്ടോളൂ. ഇവിടെ വരുന്ന ഒരു സ്ത്രീ എല്ലാ രാത്രിയിലും ഒരു വലിയ സ്വപ്നം കാണും. ഒരു പെണ്ണ്, ഒരു ബാല്യക്കാരത്തി, ചെറുപ്പക്കാരത്തി, 40 വയസ്സ്, യൗവനം ബാക്കി നിൽക്കുന്ന ഒരു പെണ്ണിന്റെ പതപ്പിൽ ഒരു വലിയ കയറി കിടക്കുക. രാത്രിയായ മരിച്ചുപോയ ഒരു വലിയ മനസ്സിലായില്ല, മരിച്ചുപോയ ഒരു വലിയ ഇവിടെ വന്നിന്നോട് പറഞ്ഞതാ, എന്റെ പുരയിലൊന്നും പറഞ്ഞതാ. രാത്രിയാക്കി ഉറങ്ങാൻ കിടന്നാൽ ഈ വലിയ വന്നിട്ട് ഈ പതിപ്പ് കയറും. പിന്നെ ഒരു പെണ്ണിനെ പുരുഷൻ എന്തൊക്കെ ചെയ്യോ അതൊക്കെ ഈ പെണ്ണിനെ ചെയ്യും. അപ്പൊ ഈ പെണ്ണെന്ത് വിചാരിക്കും? മരിച്ചവരല്ലേ, ഇവർക്ക് തെക്കിരിപ്പ് ഉണ്ടാവില്ലല്ലോ, അപ്പൊ ആറാമാവിലേക്കും. ജീവിതകാലത്ത് പൂതി ഉണ്ടാവും, വിവാദത്തോണ്ട് അതിന് നേരം കിട്ടിയിട്ടുണ്ടാവില്ല, തിരിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഈ പെണ്ണ് ഈ പത്രാസ് പറയാൻ വേണ്ടിട്ട് എവിടേക്ക് പോയി? തൃപ്പഞ്ചി പോയി. ആ കൊടിമരത്തിന്റെ അപ്പുറത്തുള്ള ആ ബിൽഡിങ്ങിന്റെ സൈഡിൽ ഉസ്താദ് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ട് പറഞ്ഞു, എന്റെ അടുത്ത് ഇന്നാലില്ല മഹാന്റെ പേര് എനിക്കറിയാത്തോണ്ടല്ല, ഞങ്ങളോട് പറയാൻ പാടില്ല. എന്റെ അടുത്ത് ഇന്നാലില്ല മഹാന്റെ പേര് എനിക്കറിയാത്തോണ്ടല്ല, ഞങ്ങളോട് പറയാൻ പാടില്ല. വരുന്നുണ്ട്, എല്ലാ രാത്രിയും വരും, എന്റെ പുതപ്പിലേക്ക് വരും എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സന്തോഷത്തിൽ. അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞ, ഈ സ്ത്രീ ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട്, മരിച്ചിട്ടില്ല. ആ സ്ത്രീ പറഞ്ഞു, എന്നെ ഒന്ന് കാട്ടിപ്പിച്ച നോട്ടം. അപ്പോൾ ഒരു സാധനം എന്റെ തടിമന്ന്, ഒരു മേലക്കര സാധനം, അങ്ങനെ എന്തോ ഒരു പാമ്പോ ഏഴെന്തോ എന്തോ തലമ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോണത് പോലെ എനിക്ക് തോന്നി. ഇന്നങ്ങോട്ട് നോക്കി. നാലിന ഉലിയപ്പാപ്പ എന്റെ അടുത്ത് രാത്രി വന്ന് എന്റെ ഒപ്പം കിടക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചോണ്ടാ പറഞ്ഞേ, സന്തോഷത്തിൽ. കാരണം എന്നത് തെരഞ്ഞെടുത്തല്ലോ എന്നത് സന്തോഷം. അപ്പൊ എന്നെ ഒന്ന് രൂക്ഷമായിട്ടൊന്ന് നോക്കി. അപ്പൊ എന്റെ മൂർത്താവ് മുതൽ ഒരു സാധനം അങ്ങനെ ഇറങ്ങിപ്പോണ മാതിരി എനിക്ക് തോന്നി. അതെന്നെ ഇറങ്ങി. അപ്പോൾ പറഞ്ഞു, തിരിഞ്ഞോക്കികളാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നഗ്നനായ കറുകറുത്ത മനുഷ്യൻ ഓടുന്ന കണ്ടു. ഞാൻ ഇനി വരൂലട്ടോ എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ടില്ല. എങ്ങനുണ്ട് ഇത്? ഈ സ്ത്രീ എന്നോട് ഇവിടെ വന്ന് പറഞ്ഞതാ. അടിപൊളി. ഇങ്ങനെയുണ്ട്. ഈ പുള്ളിയെ തന്നെ വന്ന് ഈ കഥ വന്ന് പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ആരാ? ഔലിയ. എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ അസുഖമോ രോഗമോ എന്തായിരിക്കും? ഈ കറുത്ത ആളിറങ്ങി ഉടുപ്പില്ലാതെ ഓടിയോ? പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പുറകിലൊക്കെ മനുഷ്യൻ്റെ ചിന്തകളെ സഞ്ചരിപ്പിക്കുകയും ഇതൊക്കെയാണ് മതവും വിശ്വാസവും എന്നുള്ള നിലയിൽ ഏതോ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ വന്നിരുന്ന് കേൾക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം എന്ന് ഈ സമൂഹത്തിന് ഇല്ലാതാവുന്നോ അന്ന് മാത്രമേ ഈ സമൂഹം പുരോഗതി കൈവരിക്കുകയുള്ളൂ. അതുവരെ ഇതിന് അധോഗതിയും അതാപുമായിരിക്കും. ഒരു തർക്കവുമില്ല.
അത് ഏത് പേര് വെച്ച കൊടി വെച്ച ആളായാലും ഇതുപോലെയുള്ള കഥകൾ എന്നെ കേൾക്കുന്ന ആലിമീങ്ങളുണ്ടല്ലോ, അവർ പറയട്ടെ. ഏതെങ്കിലും മഞ്ഞ പുസ്തകത്തിലെയോ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയ പാളക്കിതാബുകളിലെയോ ഒക്കെ കഥകൾ ഇങ്ങനെ മെനഞ്ഞെടുത്ത് പിന്നെ അതിന് ചില ന്യായീകരണങ്ങൾ കണ്ടെത്തി പല പ്രയാസങ്ങൾ നേരിടുന്ന മനുഷ്യർ, മാനസിക പ്രയാസവും ശാരീരിക പ്രയാസവും ഒക്കെ നേരിടുന്ന ആളുകൾ ഇതുപോലെ വന്ന് റഹ്മത്തുള്ളാ കാസിമിയെ കണ്ട് ഇങ്ങനെ വന്ന് ഈ കഥ പറയണമെങ്കിൽ അത് പുള്ളിയെടുത്ത് പറയാമെന്നതിൻ്റെ കാര്യം എന്തോ എനിക്കൊട്ടും മനസ്സിലായില്ല. മനോനില തെറ്റിയവർ രണ്ടുപേർ ചേർന്ന് സംസാരിക്കുന്നതിൻ്റെ തുല്യതയോ അതോ മറ്റെന്തെങ്കിലും? കഷ്ടം, പരമദയനീയം.